ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റുകളും ഇടാൻ നോക്കുക. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ഇട്ടു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ സവാള ചേർത്ത് കൊടുത്ത് എന്നിട്ട് അപ്പോൾ അത് ഒന്ന് വരാൻ പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. എന്നിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, അതായത് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഈ ഒരു മസാല, ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കുന്നു. പുളി കുടംപുളി ഒരു 3-4 ഇട്ട് കൊടുക്കുക. നമ്മൾ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അതായത് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ഒഴിച്ച് ഈ മസാലയൊക്കെ ഒന്ന് വേകുന്ന രീതിയിൽ ഒന്ന് വറ്റിച്ച് ആദ്യം എടുക്കും. അതിനുശേഷമാണ് പിന്നെ ബാക്കി വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരും. ഇതൊക്കെ നന്നായിട്ട് വേകുകയും ചെയ്യും. സവാളയും തക്കാളിയെല്ലാം നന്നായിട്ട് വേകും, ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് ബാക്കി വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് മീൻ വേവാൻ കണക്കിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീനെന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്നത് അതിനെ വങ്കട എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലായിടത്തും എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇതിനെ വങ്കട എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വങ്കട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറം തോല് നമ്മൾ ഉരിച്ച് കളയും. അപ്പോൾ ഇതാക്കി കളയണ മീനാണ്. ഇവിടെ വങ്കട എന്നാണ് പറയുന്നത് അതിന്. അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഈ ഒരു ഗ്രേവി തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അധികമായിട്ട് കുത്തി ഉടയ്ക്കാണ്ട് പതിയെ ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കറി തുറന്നപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി തിളച്ച് കുറുകണം, കുറച്ച് ചാറ് കുറുകുമ്പം തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് തേങ്ങ അരച്ച് വെക്കണവരുണ്ട്. ഞാനിത് അതായത് മുളക് മൊരിച്ചാണ് വെച്ചത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പം ഇത് ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല കുറുകി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറി. അപ്പോൾ അതിൽ നിന്ന് 2 കഷ്ണം എടുത്ത് വറുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ വരുന്നവർ ബൈ.